കേൾക്കൂ, തുടക്കക്കാർക്ക് വരാൻ പറ്റിയ ഒരിടമല്ല ഇത്. സ്ട്രേഞ്ചർ തിങ്സ് ലരവത് അയരത് തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷത്തോളമാകുന്നു. ഈ സമയമത്രയും അത് കെട്ടിപ്പടുത്ത മിത്തോളജി, പുരാവൃത്തം അത്രമേൽ സങ്കീർണമാണ്. അത് വിശദീകരിക്കാൻ ശ്രമിച്ചാൽ എന്റെ വാക്കുകളും ജീവിക്കാനുള്ള ആഗ്രഹവും ഒരുപോലെ നഷ്ടപ്പെടും. എങ്കിലും നീതിപൂർവം പറയുകയാണെങ്കിൽ ഈ പുതിയ എപ്പിസോഡുകൾ കാര്യങ്ങൾ വിശദീകരിക്കാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്. പുതിയ എപ്പിസോഡുകളിലെ ഉള്ളടക്കത്തെ 3ആയി തിരിക്കാം. 1 ആക്ഷൻ, അത് ആവേശകരവും രസകരവുമാണ്. ഒരുപക്ഷേ നിങ്ങൾ ഇത് കാണുന്നതിന്റെ പ്രധാന കാരണവും അതുതന്നെയാവാം. രണ്ടാമത്തേത് സംഭാഷണങ്ങളാണ്. ഇത് അത്ര വിജയകരമല്ല, കാരണം ലോകാവസാനം മുന്നിൽ നിൽക്കുമ്പോഴും കഥാപാത്രങ്ങൾ അതൊന്നും ശ്രദ്ധിക്കാതെ വെറുതെ നിന്ന് വികാരവിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഒഴുക്കിനെ ബാധിക്കുന്നുണ്ട്. മൂന്നാമത്തേത് വിശദീകരണങ്ങളാണ്. അത് ഇതിൽ ധാരാളമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു സീസൺ മാത്രമായി ഉദ്ദേശിച്ചിരുന്ന ഈ സീരീസ് വൻ വിജയമായതോടെ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ ഡഫർ സഹോദരന്മാർക്ക് പുതിയ കഥാതന്തുക്കൾ കൂട്ടിച്ചേർക്കേണ്ടി വന്നു. ഇപ്പോൾ കാര്യങ്ങൾ എത്രത്തോളം കുഴഞ്ഞുമറിഞ്ഞുവെന്നാൽ സീരീസിന്റെ 40% എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരാൾ മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. പുതിയ ഭാഗത്തിലെ 2ാമത്തെ എപ്പിസോഡ് അത്രയ്ക്ക് ദുർഗ്രാഹ്യമാണ്. കഥ മനസ്സിലാക്കാൻ മായ ഹോക്ക് എല്ലാം നിർത്തിവെച്ച് കുട്ടികളോടെന്ന പോലെ സാവധാനം വിശദീകരിച്ചു കൊടുക്കേണ്ടി വരുന്നു. ഇത് ഒരു വിനോദ പരിപാടിയാണെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഓരോ നിമിഷവും പുതിയ മിത്തോളജി ഇതിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട്. ഇതിലെ അപ്സൈഡ് ഡൗൺ ടെനഥേവചേറ്റത് എന്നത് കേവലം ഒരു സമാന്തര ലോകമല്ല, മറിച്ച് അതിലും ഭീകരമായ മറ്റൊരു ലോകത്തേക്കുള്ള ഒരു വിള്ളലാണ് എന്നതാണ് പുതിയ കണ്ടെത്തൽ. വില്ലനായ വെഗ്ന തെമന് ലോകം കീഴടക്കാൻ ഈ വിള്ളൽ തകർക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ കൗമാരക്കാരായ നായകർ അവനെ തടയണം. അവരിൽ ചിലർ യഥാർത്ഥ ലോകത്താണ്, ചിലർ അപ്സൈഡ് ഡൗണിലും മറ്റു ചിലർ അപ്സൈഡ് ഡൗണിനുള്ളിലെ ഒരു രഹസ്യ ഓർമ്മലോകത്തും. എന്തിനേറെ, ഇതിനിടയിൽ 2 പേർ യോഗർട്ട് ടെഡൻഡ് നിറയുന്ന ഒരു മുറിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സംഗതി സത്യമാണ്. ഇത്രയൊക്കെ കുഴപ്പങ്ങൾക്കിടയിലും ഈ സീരീസ് കാണാൻ മടുപ്പില്ല എന്നത് അത്ഭുതകരമാണ്. എല്ലാം ശരിയായ ദിശയിൽ വരുമ്പോൾ സ്ട്രേഞ്ചർ തിങ്സ് അത്യുഗ്രൻ അനുഭവം തന്നെയാണ്. അതിന്റെ ആക്ഷൻ രംഗങ്ങളും പഴയകാലത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയും തെരഞ്ഞെടുത്ത് ഗംഭീരമാണ്. പക്ഷേ 5ാം സീസണിന്റെ റിലീസ് രീതി ഒരു പോരായ്മയാണ്. എപ്പിസോഡുകൾക്കിടയിലുള്ള സമയം നമുക്ക് ചിന്തിക്കാൻ ഇട നൽകുന്നു. യുക്തിപൂർവ്വം ചിന്തിച്ചാൽ ഈ കഥയുടെ തുന്നലുകൾ അഴിഞ്ഞു തുടങ്ങും. കഥയുടെ ആവശ്യാനുസരണം കഥാപാത്രങ്ങൾ പെട്ടെന്ന് ബുദ്ധിമാന്മാരാകുകയും അടുത്ത നിമിഷം മണ്ടന്മാരാകുകയും ചെയ്യുന്നത് കാണാം. വിനോന റൈഡറെപ്പോലുള്ള മികച്ച താരങ്ങളെ തഴഞ്ഞതും കുട്ടികൾക്ക് പ്രായം കൂടിയതും പ്രകടമാണ്. സാധാരണയായി ഇത്തരം സീരീസുകൾ അവസാനത്തോടെടുക്കുമ്പോൾ അനാവശ്യ കഥാപാത്രങ്ങളെ ഒഴിവാക്കി പ്രധാന കഥയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാറുണ്ട്. ബ്രേക്കിംഗ് ബാഡ്, ദ സൊപ്രാനോസ്, മാഡ് മെൻ എന്നിവയെല്ലാം അങ്ങനെ ചെയ്തവയാണ്. എന്നാൽ സ്ട്രേഞ്ചർ തിങ്സിൽ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയാണ്. വെഗ്നയെ തോൽപ്പിക്കണം, കുട്ടികളെ രക്ഷിക്കണം, ലോകം സംരക്ഷിക്കണം. ഇതിനെല്ലാം കാരണക്കാരായ ശാസ്ത്രജ്ഞരെ തടയണം. കൂടാതെ 17ഓളം വരുന്ന കഥാപാത്രങ്ങളുടെ വൈകാരികമായ പര്യവസാനവും കണ്ടെത്തണം. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇതെല്ലാം എങ്ങനെ ഭംഗിയായി അവസാനിപ്പിക്കും എന്നത് അവിശ്വസനീയമാണ്. എങ്കിലും ഇതിലും വലിയ അത്ഭുതങ്ങൾ ലയനത്തെ അയലത് നടന്നിട്ടുണ്ടല്ലോ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും സംസാരിക്കാം. സ്ട്രേഞ്ചർ തിങ്സ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്.